ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് അതിന്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അതെ ഗൈസ്, ഇന്നും നമ്മൾ പ്രണവ് പ്രവീണിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ കുറെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രണവ് പ്രവീൺ അവരുടെ ഇടയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ അവരത് പറയാൻ താല്പര്യപ്പെടുന്നില്ല, അവരങ്ങനെ തന്നെ വെച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മളത് അറിയണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനുശേഷം 2 വീഡിയോസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രണവിന്റെ ഭാഗത്തു നിന്നും മറ്റേത് പ്രവീണിന്റെ ഭാഗത്തു നിന്നും. അപ്പോ അതിൽ പ്രവീൺ പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള 2-3 ആരോപണങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അതില് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രവീണിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോ പ്രശ്നം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ പ്രശ്നം ഒന്ന് ചുരുക്കി പറയാം. വേറൊന്നുമല്ല, നമ്മുടെ പ്രണവ് പ്രവീൺ എന്ന യൂട്യൂബ് ചാനലിൽ അവരെല്ലാവരുമാണ് വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് പ്രവീണിന്റെ ഭാര്യ മൃദുല പ്രസവിച്ചു. ആ സമയത്താണെങ്കിൽ ഡെലിവറി സമയത്ത് പ്രവീണിന്റെ വീട്ടുകാരെ ഒന്നും അതിൽ ആ ഒരു വീഡിയോസിലും കണ്ടില്ല. അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ മാറി കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട്, അപ്പോഴൊന്നും ഈ പ്രവീണിന്റെ വീട്ടുകാരെ ഒന്നും കണ്ടില്ല. അപ്പൊ ഈ വീഡിയോസിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചും പ്രവീണും മൃദുലയും എല്ലാം അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അവരുടെ ഫാമിലി ആയിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പൊ അത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും അത് കമന്റ്സിലൂടെ ഒത്തിരി പേര് ചോദിച്ചു. ആ ഒരു കമന്റ് സെക്ഷനിൽ നിന്നും വന്ന ആ ഒരു പ്രഷർ മൂലം അവർക്ക് പിന്നീടുള്ള വീഡിയോസിൽ അവർക്ക് പറയേണ്ടി വന്നു അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രവീൺ ആട്ടോ ആദ്യം പറഞ്ഞ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ അത് ഞങ്ങൾ പബ്ലിക്കാക്കി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞങ്ങൾക്കിടയിൽ തന്നെ നിൽക്കട്ടെ, എന്തെങ്കിലും അത് മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയായിരുന്നു പ്രവീൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പ്രശ്നമുണ്ടെന്ന്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വ്യൂവേഴ്സ് അല്ലേ, അറിയാമല്ലോ, ഞാനടക്കമുള്ള വ്യൂവേഴ്സിന് ക്യൂരിയോസിറ്റി കൂടി എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിനിടയിൽ നമ്മുടെ കൊച്ചു വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാകും, എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രവീണിന്റെ ഈ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ കൊച്ചുവിന്റെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് എല്ലാവരും കമന്റ് ഇടാൻ തുടങ്ങി. എന്താണ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി, എന്തിനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ്സ് ഇടാൻ തുടങ്ങി. ആ കമന്റ്സിന്റെ പ്രഷർ താങ്ങാതെ നമ്മുടെ കൊച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നു. ഞങ്ങളെല്ലാം പുറത്താക്കിയത്, ഞങ്ങളെല്ലാം അഡ്രസ് ഇല്ലാത്തവനാക്കിയത്, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഇട്ടുകൊടുത്തു, ജനങ്ങൾക്കിടയിലേക്ക് എന്തൊക്കെയോ ഇട്ടുകൊടുത്തു. ഇത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂവേഴ്സ് അല്ലേ, സ്വാഭാവികമായിട്ടും കൊച്ചുവിന്റെ ആ ഒരു ഇമോഷണലി, കൊച്ചുവിന്റെയും അമ്മയുടെ അച്ഛൻ്റെയും ആ ഇമോഷണലുള്ള വീഡിയോ കണ്ടിട്ട് നമ്മുടെ പ്രവീണിന്റെ ചാനലിൽ വന്നിട്ട് കമന്റ്സ് ഇടാൻ തുടങ്ങി. നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വെറും സ്വാഭാവികം. അപ്പൊ അവരുടെ വീഡിയോസിന്റെ അടിയിൽ വന്ന കമന്റിന്റെ പ്രഷർ താങ്ങാൻ വഴി അത് അവരടുത്ത വീഡിയോ ആയിട്ട് വരുന്നു. അതാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കാനുള്ള ഒരു സാഹചര്യം. അപ്പൊ ഞാൻ അന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവര് പറയട്ടെ, നമ്മൾ എന്തിനാണ് അത് ആഗ്രഹിക്കുന്നത്, അവരുടെ ഇഷ്യൂസ് നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചാണ് അന്ന് ഞാൻ ചെയ്ത വീഡിയോ. പക്ഷെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, മെയിൻ പോയിന്റ്, നമ്മുടെ പ്രവീണിന്റെ പുതിയ 2-3 അപ്ഡേറ്റ്സ് വന്നതിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവരുടെ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ അവർ വിത്ത് പ്രൂഫ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പോ അതൊക്കെ കേട്ട് കഴിയുമ്പോഴല്ലോ, ആസ് എ വുമൺ കാർഡ് ഇറക്കി കളിക്കുക. ഇപ്പൊ നിങ്ങൾ പറയും വുമൺ കാർഡ് ഇറക്കി കളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ. അതൊന്നും അല്ല. ആസ് എ വുമൺ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ആസ് എ മദർ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. എന്താ പറയുന്നേ, ആസ് എ വ്യൂവർ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഓക്കെ, ആ ഒരു കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന 2-3 പോയിന്റ്സ് ഉണ്ട്. അത് വളരെ 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 ഗുരുതരമായിട്ടുള്ള 2-3 ആരോപണങ്ങളാണ്. അത് അവർ പറയുന്ന ആ ആരോപണങ്ങള് ഈ പറയുന്ന കൊച്ചുവിന്റെ ഫാമിലിയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വളരെ വളരെ വലിയൊരു
തെറ്റ് തന്നെയാണ്. അത് അവർ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അത് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മകനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ആസ് എ വ്യൂവർ എനിക്കതൊരു തെറ്റ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ അതിന് വലിയ ന്യായീകരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരാ കാണിച്ചത് വളരെ തെറ്റ് തന്നെയാണ്. പ്രഗ്നന്റ് ലേഡിയോട് അവർ കാണിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അവരതിന് പറയുന്ന ന്യായീകരണം എന്ത് തന്നെയാണെങ്കിലും, ഇതിന് എഗെയിൻസ്റ്റ് അവർ എന്ത് വീഡിയോ ഇടുവാണെങ്കിലും വളരെ തെറ്റ് തന്നെയാണ്. ഓക്കെ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മൃദുലയും പ്രവീണിനെയും വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടു. അച്ഛൻ ഇറങ്ങി പോകാൻ പറഞ്ഞു. അവരതിന്റെ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും ഒക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ ക്ലിപ്പ് മീൻസ് ആ ജസ്റ്റ് കുറച്ചൊരു എന്താ പറയുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ, ഫേസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ, അതിൽ കുറെ വോയിസ് ഒക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാണിക്കുന്നുണ്ട് അവര്. അതിൽ അച്ഛൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ പറയുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം മൃദുല വളരെ വളരെ വൈകാരികമായിട്ട് ആ ഒരു സമയത്ത്, എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് 4-5 ദിവസമുള്ള ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് അനുഭവിച്ചൊരു പെയിൻ, എന്തിന്റെ പേരിലാണെങ്കിലും വീട്ടില് ഒരു പ്രശ്നം, എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു വീടും ഇല്ല. സ്വാഭാവികം, ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഉണ്ടാകും എന്തിന്റെ പേര്. പക്ഷെ അത് 1-2 മണിക്കൂർ അത്രേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇത്രയും വലിയൊരു എന്താ പറയുന്നത്, ഇത്രയും വലിയ ഒരു ഇഷ്യൂസ് ആണ് അവിടെ നടക്കുന്നത് എങ്കിൽ പോലും മൃദുലയോടും പ്രവീണിനോടും ഇറങ്ങി പോകാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രവീണിനെ വളരെ അധികം ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു. കണ്ടില്ല, പക്ഷെ അവർ പറയുന്നതാണ്. ഓക്കെ, ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അവർ പറയുന്ന വീഡിയോയിലുണ്ട്. അടിക്കുന്നതോ ഇടിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ അവർ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ വളരെ വൈകാരികമായിട്ടാണ് അവർ അതിൽ സംസാരിക്കുന്നത്. ഉണ്ടായിരിക്കുന്ന ലേഡിയോട് ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മൃദുലയ്ക്ക് സംഭവിച്ചതെന്നാണ് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായത്. ഇനി ഇതിന്റെ പേരിൽ അവർ എന്ത് തന്നെ എക്സ്പ്ലനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. അത് കുറച്ച് നാളായിട്ട് ഇവരുടെ ചാനൽ ഞാനും ഫോളോ ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പോ എന്താ പറയുന്നത്, അവരുടെ ആ ബോണ്ട്, അവരുടെ ആ ഒരു സ്നേഹം കണ്ടിട്ടാണ് നമ്മളെല്ലാവരും അവരുടെ ചാനലിലേക്ക് പോയതല്ലേ. എനിക്ക് മനസ്സിലായി, ഇത്രയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവരുടെയൊക്കെ ആ വീഡിയോസിൽ എല്ലാവരും എന്ത് പ്ലസന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളാരാ, വെറും വിഡ്ഢികളോ? നമ്മൾ വെറും വിഡ്ഢികളാണോ എന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്, നിങ്ങളൊന്നും മനസ്സിലാക്കിക്കൊള്ളു. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ, മീൻസ് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഇവർക്കിടയിൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാനടക്കമുള്ള അവരുടെ വ്യൂവേഴ്സിന് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ കൊളീഗുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിരുന്നു. കാരണം എൻ്റെ ബ്രദർ നാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറിന്റെ വൈഫ് വരുമ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കണം, ഞാൻ ഇത്രയും കെയർ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. മീൻസ് അവരുടെ ആ വീഡിയോസ് കണ്ടിരുന്ന സമയത്ത്. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രദർ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ വിചാരിച്ചു എന്ന് എൻ്റെ കൊളീഗ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് സ്ട്രൈക്കായി. കാരണം എനിക്കറിയാവുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാത്ത എത്രയോ പേര് ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ടാവും അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേര് ഇൻസ്പയർ ആയിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, റീൽ ഈസ് നോട്ട് റിയൽ. ഓക്കെ, റീലിലൂടെ നമ്മൾ കാണുന്ന ഓരോരുത്തരുടെ സ്വഭാവം അല്ല റിയൽ ലൈഫിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മള് റീലിലൂടെ കാണുന്നത് അവരുടെ നല്ല വശം മാത്രമാണ്. ഓക്കെ, അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ നമുക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കണം. ഓക്കെ, പക്ഷേ പുറത്തവര് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോ നമുക്ക് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാമോ, ഒരിക്കലും നമ്മൾ റിയൽ ലൈഫ് കണ്ടിട്ട് അതാണ് റിയൽ എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മള് എന്താണോ റിയല് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ റീൽസ് കണ്ടിട്ട് നമ്മൾ അതായിരിക്കണം ലൈഫ് എന്ന് വിചാരിക്കാതിരിക്കുക. ഇന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അനുഭവം ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൊളീഗ് എന്നോട് ഇങ്ങനെ പറഞ്ഞു വന്ന്,
ആ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റിയാലിറ്റിയിലൂടെ മാത്രം ജീവിക്കുക. ഓക്കെ, നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു റീല് നമ്മളല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കതിൽ നിന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ലീവ് ഇറ്റ്. അത്രേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്തായിരുന്നു? മൃദുലയോട്, ഒരു പ്രഗ്നന്റ് ലേഡിയോട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്. അവർക്കിടയിൽ എന്ത് തന്നെ പ്രശ്നമാവട്ടെ, അവർക്കിടയിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അവർക്കിടയിൽ എന്ത് പ്രശ്നമാണെന്ന്. വേറൊരു കാര്യം ഞാൻ പറയാം, അവരിപ്പോഴും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തിനാണ് അവർക്ക്, ഇവരിത് വീഡിയോ എടുത്തു വെച്ചിരുന്നു, എന്തെങ്കിലും അവർക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ചാണ് അവർ എടുത്തു വെച്ചത്. അപ്പൊ അന്ന് കൊച്ചു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രവീണിന് അവരുടെ നിരപരാധിത്വം തെളിയിക്കണം തോന്നി, അതുകൊണ്ട് അവരെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. ഇനിയിപ്പോ ഇതിന് അഗെയിൻസ്റ്റ് അവരുടെ അപ്പുറത്തുള്ള ആൾക്ക് എന്താ പറയാനുള്ളത് കൊണ്ട് നമ്മൾ കേൾക്കണം. പക്ഷേ അവിടെയാണ് കാരണം, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്താണ് പറയാനുള്ളതെങ്കിലും അതവിടെ നിൽക്കട്ടെ. പക്ഷെ അവർ ചെയ്തത് വളരെ റോങ് ആണ്. അതിനവർക്ക് ന്യായീകരിക്കാൻ പറ്റിയ വേറൊരു കാര്യവുമില്ല. ഓക്കെ, എന്ത് തന്നെ ആവട്ടെ, എന്ത് തല പോകുന്ന കേസാണെങ്കിലും അവർക്ക് അതിനെ കുറിച്ച് ന്യായീകരിക്കാൻ ഒരു കാരണങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. റിലീസ് നോട്ട് റിയാലിറ്റി. അപ്പൊ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോ നമുക്കിനി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്തിന്റെ പേരിലാണെങ്കിലും അവർക്ക് ന്യായീകരിക്കാൻ ഒരു കാരണവും ഇല്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികളോടാണ്, വേറൊന്നുമല്ല. ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ഇൻസ്പയർ ആവരുത് കേട്ടോ. ഇതിൽ ഇൻസ്പയർ ആവാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പോ റിയൽ നോട്ട് റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. റിയൽ അല്ല നമ്മുടെ റിയാലിറ്റി. ഓക്കെ, അതാദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യാം, നമ്മൾ ആദ്യം അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാം. അപ്പൊ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, അവരിനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പേരിൽ അവർ എന്ത് തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എനിക്കറിയില്ല ഇനി ഇവരിത് ലീഗലി പോവോ അല്ലെങ്കിൽ ഇവർ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ അവരുടെ ലൈഫാണ്, അവരുടെ ഡിസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.